ശ്രീ എം ടി രമേശ്, നോക്കൂ, നമ്മളിപ്പോൾ എക്സിറ്റ് പോളിൻ്റെ മധ്യത്തിലാണ് നിൽക്കുന്നത്. എക്സിറ്റ് പോൾ ഒരു അന്തിമ വാക്കൊന്നുമല്ല എന്നറിയാം, എങ്കിൽ പോലും അതിൽ ചില സൂചനകൾ ഉണ്ടാവുമല്ലോ. ബി ജെ പി സ്വാഭാവികമായിട്ടും വടക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും ഒക്കെ അതിശക്തമായ പാർട്ടിയാണ്. രണ്ടാം സ്ഥാനക്കാരെയൊക്കെ വല്ലാതെ പിന്തള്ളിയിട്ടുള്ള പാർട്ടിയാണ്. പക്ഷേ ഇത്തവണ അവിടെയൊക്കെ ചില ചെറിയ ചോർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്കൊപ്പം നിൽക്കുന്നവരും ഒക്കെ അവകാശപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ തെക്കും കിഴക്കും സ്ഥിതി മെച്ചപ്പെടുത്തും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തെക്കാണല്ലോ. ഈ തെക്ക് അപ്രതീക്ഷിതമായ വളർച്ചയാണ് എക്സിറ്റ് പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി, വോട്ട് ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി DMK-ക്ക് തൊട്ടു പിന്നിൽ എത്തി നിൽക്കുന്നു. തെലങ്കാനയിൽ സമീപകാലത്ത് കോൺഗ്രസിനാണ് ഭരണം കിട്ടിയതെങ്കിലും കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് എക്സിറ്റ് പോൾ സൈറ്റ് ചെയ്യുന്നു. കർണാടകത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുവെങ്കിൽ തന്നെയും BJP ആണ് അവിടെ അപ്രമാദിത്വം കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. കേരളത്തിൽ അവിശ്വസനീയമെന്ന് പറയേണ്ടി വരും. കേരളത്തിൽ 12% വോട്ട് കൂടും എന്ന് പറയുകയാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ 12% വോട്ട് കൂടുതൽ ഒരു എക്സിറ്റ് പോൾ സർവേയിലെങ്കിലും. രമേശ്, ഒരു ലോക്സഭാ സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്കൊരു സംഘാടകൻ കൂടിയാണല്ലോ. BJP-യുടെ ദീർഘകാലമായി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണല്ലോ. ഈ വളർച്ച നിങ്ങൾ BJP പ്രതീക്ഷിച്ചത് തന്നെയാണോ ശ്രീ എം ടി രമേശ്? അല്ല, ഞങ്ങളത് നേരത്തെ പറഞ്ഞിരുന്നു നികേഷേ. അതായത് ഇപ്പം താങ്കൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ശരിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചില സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം. ആ നഷ്ടപ്പെടുന്ന സീറ്റുകൾ ഞങ്ങൾ പുതിയ പ്രദേശങ്ങൾ വിജയിച്ച് മാനേജ് ചെയ്യുമെന്ന് പാർട്ടി നേതൃത്വം നേരത്തെ തന്നെ പല ആവർത്തി അമിത്ഷാജി ആ കാര്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിൽ കർണാടകത്തിൽ ഞാൻ വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല. കാരണം കർണാടകത്തിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഇത് തന്നെയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ജനതാദളും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം ജയിച്ചു. അത് കഴിഞ്ഞ് ഉടനെ വന്നിട്ടുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് ജയിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചപ്പോഴും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം പാർലമെൻറ്റിൽ ആവർത്തിക്കില്ല എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് കർണാടകത്തെ സംബന്ധിച്ച് വലിയ അത്ഭുതമില്ല. പക്ഷേ കഴിഞ്ഞ ഒരു റീസെൻ്റായിട്ട് വലിയ വളർച്ച പ്രകടിപ്പിച്ചിട്ടുള്ളത് ആന്ധ്രയിലും തെലങ്കാനയിലുമാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ എക്സിറ്റ് പോളുകൾ ശരിയാണ് എന്ന് മനസ്സിലാകും. കാരണം തെലങ്കാനയിൽ അവിടുത്തെ ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം കോൺഗ്രസ്സിന് ബദലായിട്ട് ഉയർന്നു വന്നിട്ടുള്ള പാർട്ടി BJP ആണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ കോൺഗ്രസ് വിരുദ്ധ വികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് TRS വളർന്നതെങ്കിൽ ഇന്ന് ആ TRSൻ്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് വിരുദ്ധ വികാരത്തെ പ്രയോജനപ്പെടുത്തുന്ന പാർട്ടി BJP ആണ്. അപ്പോൾ തൊട്ടുപിറകിൽ കോൺഗ്രസിന് തൊട്ടുപിറകിൽ BJPയുമായിട്ട് നേരിട്ടുള്ള മത്സരം വരുന്നു. ഇവിടെ ഇത് തന്നെയാണ് ആന്ധ്രാപ്രദേശിലും ഉണ്ടായത്. ചന്ദ്രബാബു നായിഡുവുമായിട്ട് ഒരു മുന്നണി ഉണ്ടാക്കിയപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട VSR കോൺഗ്രസിന് ബദലായിട്ടുള്ള മുന്നണിയും പാർട്ടിയും BJPയും NDയുമാണെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ഞങ്ങളുടെ സീറ്റും വോട്ട് ഷെയറും വർദ്ധിക്കുകയാണ്. പിന്നെ തമിഴ്നാട്ടിലുള്ളത്, ഞങ്ങൾ അണ്ണാ DMK-യുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിൽ മത്സരിക്കാൻ തയ്യാറായത്. സത്യത്തിൽ DMK നേതൃത്വത്തിനായിട്ട് ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം തമിഴ്നാട്ടിലുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ അവിടെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഉണ്ടായത് സ്റ്റാലിൻ്റെയും DMK-യുടെയും ഒരു അപ്രമാദിത്വമായിരുന്നു. ആ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും നമുക്ക് ബോധ്യമാകുന്നത്. അണ്ണാമല തമിഴ്നാട്ടിലുടനീളം നടത്തിയിട്ടുള്ള യാത്രകൾ, അതിലുണ്ടായിട്ടുള്ള വലിയ ജനപങ്കാളിത്തം, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, ഒരു പുതിയ രാഷ്ട്രീയ നേതാവിൻ്റെ ഉദയം, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയം മാത്രം കണ്ട് ശീലിച്ച ജനതയുടെ മുമ്പാകെ ഒരു പുതിയ രാഷ്ട്രീയ നേതാവിൻ്റെ ഉദയം അണ്ണാമലയിലൂടെ ഉണ്ടായിരുന്നു. അതിലൂടെ BJPയുടെയും വളർച്ചയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ BJPക്ക് ഉണ്ടാകുന്ന വർധനവ് എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റത്തിനനുസൃതമായിട്ടുള്ള വർധനവാണ്. കേരളത്തിൽ BJP വളരാത്തതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പടലപ്പിണക്കങ്ങളാണ്. നേതാക്കൾ തമ്മിൽ ഐക്യമില്ല എന്നുള്ളതാണെന്ന് ഒരു വിലയിരുത്തലുണ്ടല്ലോ. കേരളത്തിൽ ഇപ്പോൾ വിജയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളാണെങ്കിൽ തന്നെ കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ട് കൊണ്ടുവന്ന സ്ഥാനാർത്ഥികളാണ്. തിരുവനന്തപുരത്ത് ആണെങ്കിലും തൃശ്ശൂരാണെങ്കിലും സാധ്യത കൽപ്പിക്കപ്പെടുന്ന 2 പേർ. അപ്പോൾ അവിടെ കേരളത്തിലെ നേതൃത്വത്തിന് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ അതിനെ എങ്ങനെ വിശദീകരിക്കും? അല്ല, അതൊക്കെ നമ്മൾ പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? പാർട്ടി പ്രവർത്തകന്മാർ പ്രവർത്തിച്ചിട്ടല്ലേ സ്ഥാനാർത്ഥികൾ വിജയിക്കുക? കേന്ദ്ര നേതൃത്വത്തിൻ്റെ കുറേ സ്ഥാനാർത്ഥികൾ, സംസ്ഥാന നേതൃത്വത്തിൻ്റെ കുറേ സ്ഥാനാർത്ഥികൾ, അങ്ങനെയൊന്നും BJPക്കില്ല. BJPയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും നിശ്ചയിക്കുന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വമാണ്.
ചില ആളുകൾ കേന്ദ്ര ചുമതല വഹിക്കുന്നവരായിരിക്കും, ചില ആളുകൾ സംസ്ഥാന ചുമതല വഹിക്കുന്നവരായിരിക്കും. അല്ലാതെ ചില മണ്ഡലങ്ങളിൽ മാത്രം ഞങ്ങൾ തീരുമാനിക്കും, ബാക്കിയെല്ലാം നിങ്ങൾ തീരുമാനിച്ചോട്ടെ, അങ്ങനെയുള്ള ഏർപ്പാടൊന്നും BJP അകത്തില്ല. പിന്നെ പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാർ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ആറ്റിങ്ങലും പത്തനംതിട്ടയിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് അവിടുത്തെ നേതാക്കന്മാരും പ്രവർത്തകന്മാരുമാണ്. അല്ലാതെ ഡൽഹിയിൽ നിന്നും കർണാടകത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ആൾക്കാർ വന്നിട്ടാണ് പ്രവർത്തിച്ചത്. ഇവിടുത്തെ പ്രവർത്തകന്മാർ, ഇവിടുത്തെ നേതാക്കന്മാർ അവർ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് BJP വിജയിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് കേരളത്തിലെ പാർട്ടിക്കുണ്ടാകുന്ന മാറ്റവും വിജയവും കേരളത്തിലെ പാർട്ടി നേതാക്കന്മാർക്കും പാർട്ടി പ്രവർത്തകന്മാർക്കും അവകാശപ്പെട്ടതാണ്. അല്ലാതെ പുറത്തുനിന്ന് ആര് വന്നിട്ട് ഇപ്പം നിങ്ങൾ ഒരുപക്ഷെ ചൂണ്ടിക്കാണിക്കുന്ന ചില സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലായിരിക്കും. അതിനപ്പുറത്ത് കേരളത്തിന് വെളിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഒരാളും വന്നിട്ടില്ല. ഞങ്ങളിവിടെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 15% വോട്ട് കിട്ടി. ഈ പ്രാവശ്യം ഞങ്ങൾ വോട്ട് ഷെയറും സീറ്റും വർദ്ധിപ്പിക്കുന്നു. അത് ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിൻ്റെയും പ്രവർത്തകന്മാരുടെയും അത്യധ്വാനത്തിൻ്റെ ഫലമാണ്. പിന്നെ ഞങ്ങളെ കേന്ദ്ര നേതൃത്വം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ധാരാളം പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്. മറ്റൊരു സംസ്ഥാനത്തിനും കൊടുക്കാത്ത കലവറയില്ലാത്ത പിന്തുണ കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാർക്കും നേതൃത്വത്തിനും ദേശീയ നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അല്ല, ഇവിടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ ശ്രീ MT രമേശ് ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പോലും ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി എന്ന് ഞാൻ ചില നേതാക്കളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ എറണാകുളത്തായിരുന്നു അനിൽ ആൻ്റണി മത്സരിക്കേണ്ടിയിരുന്നതെന്നൊരു നിലപാട് പോലും BJP നേതൃത്വത്തിലെ ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ 2009 പത്തനംതിട്ടയിൽ BJPയുടെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കേവലം 7% മാത്രമാണ്. 2014 MT രമേശ് അവിടെ മത്സരിക്കുന്നു. വലിയൊരു മുന്നേറ്റമാണ് അവിടെ താങ്കൾ ഉണ്ടാക്കിയത്. 16% താങ്കൾ അവിടെ വോട്ട് വർദ്ധിപ്പിച്ചത്. പിന്നീട് സുരേന്ദ്രൻ മത്സരിക്കുന്നു, 29 എത്തുന്നു. ഇപ്രാവശ്യം ഒരു 3 കോർണേഡ് ഫൈറ്റ് നടക്കുമ്പോൾ 3 ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ്. ഒരു പക്ഷേ MT രമേശിനെ പോലെ ഒരാൾ പത്തനംതിട്ടയ്ക്കായിരുന്നില്ലേ കൂടുതൽ യോഗ്യനായൊരു സ്ഥാനാർത്ഥി? ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് നേരത്തെ പിൻവാങ്ങിയിട്ടുള്ള ആളാണല്ലോ. 2014 ഒരു പ്രത്യേക സാഹചര്യത്തിൽ മത്സരിച്ചു, വോട്ട് വർദ്ധിച്ചു എന്നുള്ളത് ശരിയാണ്. അതിനുശേഷം വീണ്ടും ആറന്മുളയിൽ മത്സരിച്ചു. അതോടുകൂടി ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വിട പറഞ്ഞ് ഞാൻ കോഴിക്കോട്ടേക്ക് വന്നിട്ടുള്ള ആളാണ്. പിന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും എല്ലാ സ്ഥലത്തും പോയി മത്സരിക്കുക, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലം നോക്കി മത്സരിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചേർന്നതല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ തട്ടകവും എൻ്റെ പ്രവർത്തന കേന്ദ്രവുമായ കോഴിക്കോട് പാർട്ടിയെ വളർത്താനാണല്ലോ ഞാൻ ശ്രമിക്കേണ്ടത്, അവിടെ ജയിക്കാനാണല്ലോ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു രീതിയും എൻ്റെ ഒരു ശൈലിയും അതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലത്തിലും പാർട്ടിയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിർദ്ദേശിക്കാത്ത ഒരു പേരും വന്നിട്ടില്ല. കേന്ദ്ര നേതൃത്വത്തിന് ഇടപെടലാണ് എന്നൊക്കെ വാർത്തകളാണ്. പക്ഷേ ഞാൻ കൃത്യമായി നിങ്ങളോട് പറയാം, അല്ല, ഇപ്പൊ പത്തനംതിട്ടയിലായിരുന്നു സുരേന്ദ്രൻ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. സുരേന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നില്ലെന്നാണ് ഉണ്ണി സാർ പറഞ്ഞിരുന്നത്. സുരേന്ദ്രൻ ആദ്യമേ തന്നെ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം നിങ്ങൾ മാധ്യമപ്രവർത്തകന്മാരോടും പറഞ്ഞിട്ടുണ്ട്, പാർട്ടി നേതൃയോഗത്തിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും പരിഗണിക്കേണ്ടതില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മത്സരിക്കാൻ തയ്യാറെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വയനാട്ടിൽ മത്സരിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചപ്പോൾ അദ്ദേഹം സമ്മതം മൂളിയതാണ്. അതല്ലാതെ പത്തനംതിട്ടയ്ക്ക് വേണ്ടി പത്തനംതിട്ട മത്സരിക്കാൻ സുരേന്ദ്രൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സുരേന്ദ്രൻ തന്നെയാവില്ല സ്ഥാനാർത്ഥിയാവുക. കഴിഞ്ഞ പ്രാവശ്യം 3 ലക്ഷത്തോളം വോട്ട് പിടിച്ച ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി വേറെ സ്ഥാനാർത്ഥിയെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നിർത്തുമോ? സാമാന്യ യുക്തിക്ക് നമുക്ക് ചിന്തിച്ചാൽ പോരെ. അപ്പോൾ പത്തനംതിട്ടയുടെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അവിടെ ജയിച്ചു വരാൻ ഞങ്ങൾക്ക് ലഭിക്കാവുന്ന മാക്സിമം വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഒരു എക്സസ് വോട്ട് കിട്ടാവുന്ന സ്ഥാനാർത്ഥിയാവണം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് അനിൽ ആൻ്റണി അവിടെ സ്ഥാനാർത്ഥിയത്. അത് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് MT രമേശ് ഒരു അനുബന്ധ ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. അതായത് ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ തമിഴ്നാടിൻ്റെയും തെലങ്കാനയുടെയും കർണാടകത്തിൻ്റെയും ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞു. കേരളത്തിൽ ഒരു ആക്സിസ് മൈ ഇന്ത്യ സർവേ പറയുന്നത് 12% വോട്ടുകൾ കൂടുതലായി BJPക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നാളെ ഇപ്പോൾ വോട്ടെണ്ണലാണ്, വോട്ടെടുപ്പല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി സത്യസന്ധമായി സംസാരിക്കാമെന്ന് തോന്നുന്നു. ആ നിലയിലുള്ളൊരു കുതിച്ചുകയറ്റം, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി 2% വ്യത്യാസത്തിലേക്കുള്ള കുതിച്ചുകയറ്റം BJP പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഞാനിപ്പോൾ എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് പെർസെൻറ്റേജിനെ കുറിച്ച് അവകാശവാദം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ കേരളത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് നിങ്ങൾക്ക് തന്നെ ബോധ്യമായിട്ടുള്ളതാണ്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആളുകളാണല്ലോ, നിങ്ങൾക്ക് അവിടുത്തെ ഫീൽഡിൽ നിന്നുള്ള അനുഭവം ഉണ്ടാവല്ലോ. ഒരു വലിയ തോതിൽ
കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള വികാരം കേരളത്തിൽ പ്രകടമായിരുന്നു. പ്രത്യേകിച്ചും നരേന്ദ്രമോദിയോടുള്ള വലിയ ആഭിമുഖ്യം കേരളത്തിലെ എല്ലാ പ്രദേശത്തും കണ്ടിരുന്നു. അത് എത്ര ശതമാനം വോട്ടായിട്ട് മാറും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അത് മുഴുവൻ വോട്ടായിട്ട് മാറിയാൽ ഈ 12% അത്ഭുതമൊന്നുമില്ല. അതിൻ്റെ അർത്ഥം 12% മാറുമെന്നൊന്നും ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നില്ല. പക്ഷേ കേരളത്തിലുടനീളം, കേരളത്തിലെ നഗരങ്ങളെന്നോ ഗ്രാമങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ഈവൻ എല്ലാവരും പറയുന്ന പോലെ മതന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രങ്ങളിൽ പോലും നരേന്ദ്രമോദിയുടെ പേര് പറയുമ്പോൾ കിട്ടുന്ന സ്വീകാര്യത ഫീൽഡ് വർക്കിൽ പോകുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്ന സമയത്ത് എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. കാരണം ഞാൻ കോഴിക്കോടാണ് മത്സരിച്ചത്. ധാരാളം മുസ്ലിം പോക്കറ്റുകൾ പോയി വോട്ട് പിടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ധാരാളം മുസ്ലിം സുഹൃത്തുക്കളെയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മുസ്ലിം സ്ത്രീകളെയും കണ്ടു വോട്ട് പിടിച്ചിട്ടുള്ളവരാണ്. അവരോടൊക്കെ മോഡിക്കൊരു വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്നത് തെളിച്ചും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവരെല്ലാവരും വോട്ട് ചെയ്തു എന്നല്ല ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഉടനീളം കേരളത്തിൽ ഒരു നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വികാരമുണ്ടായിരുന്നു. ആ വികാരം എത്ര ശതമാനം പോളിംഗ് ബൂത്തിൽ പോയി താമരക്ക് വോട്ടായിട്ട് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് നാളെ പൊട്ടിക്ക് മാറിയാം. ശതമാനത്തിലേക്ക് എത്തിയാൽ അത് അത്ഭുതപ്പെടേണ്ട അവകാശമൊന്നുമില്ല. ചില എക്സിറ്റ് പോളുകൾ, പ്രത്യേകിച്ച് ഇന്ത്യ ടുഡേ മൈ ആക്സസ് സർവേ പറയുന്നത് 3 സീറ്റുകൾ വരെ കേരളത്തിൽ ലഭിക്കാം എന്നാണ്. ഇതിൽ 3ാമത്തെ സീറ്റായിട്ട് പറയുന്നത് ആറ്റിങ്ങലാണ്. തൃശ്ശൂരും തിരുവനന്തപുരവും നിങ്ങളുടെ കണക്കിലുണ്ടായിരുന്നു. തീർച്ചയായും മുരളീധരൻ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ആറ്റിങ്ങലും പത്തനംതിട്ടയും നിങ്ങൾ കണക്ക് കൂട്ടി, പാലക്കാടും കണക്ക് കൂട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 12 മണിക്കൂറാണ്. ആ 12 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ള എത്ര കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്? അതായത് വിജയിക്കും, വിന്നബിലിറ്റി ഉള്ള എത്ര കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്? അല്ല, അതിലൊരു പ്രശ്നമുള്ളത്, ഈ എക്സിറ്റ് പോൾ പറയുന്ന പ്രകാരമുള്ള വോട്ടിംഗ് പെർസെൻറ്റേജിലേക്ക് ഞങ്ങൾ വന്നാൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പല മണ്ഡലങ്ങളും ജയിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും തിരുവനന്തപുരവും തൃശ്ശൂരും ആറ്റിങ്ങലും പത്തനംതിട്ടയും ആലപ്പുഴയും പാലക്കാടുമൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 3 ലക്ഷത്തിൻ്റെ മേലെ വോട്ട് സ്വന്തം നിലക്ക് സമാഹരിക്കാൻ സാധിക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ട് ഒരു 10-30,000 വോട്ട് കൂടി മറിഞ്ഞാൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. അങ്ങനെ ജയിക്കാനുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ എത്രത്തോളം മുന്നോട്ട് പോയി എന്നുള്ളത് നമുക്ക് നാളെ പറയാൻ സാധിക്കുള്ളൂ. അതായത് 6 മണ്ഡലങ്ങൾ നിങ്ങൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളുണ്ട്. ആ 6 മണ്ഡലങ്ങളിൽ വിന്നബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് എന്ന് ഇൻഡെക്സ് ചെയ്താൽ നിങ്ങൾ ഏതായിരിക്കും പറയുക? ഫസ്റ്റ് തൃശ്ശൂർ, യെസ്. 2 തിരുവനന്തപുരം, നെക്സ്റ്റ് ഏതാണ് സർ? ഞാൻ അവിടെയൊക്കെ മത്സരിച്ച ആളുകളുടെ വിരോധം എന്തിനാണ് എൻ്റെ വരുണെ സമ്മാനിക്കുന്നത്? എല്ലാവരും ജയിക്കാൻ വേണ്ടി മത്സരിക്കില്ലേ? എന്നെക്കൊണ്ട് 2 മണ്ഡലത്തിൻ്റെ പേര് പറിച്ച് ബാക്കി ആൾക്കാർ എൻ്റെ വിരോധികളാക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവസാനമായി. ശ്രീ എം ടി രമേശ്, ഇവിടെ BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് പറയുന്നത് പ്രതിപക്ഷം മാത്രമല്ല, മാധ്യമങ്ങളടക്കം. അതുകൊണ്ട് ഇത്തവണ അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ അത് മാധ്യമങ്ങൾക്കുള്ള, അങ്ങനെ പ്രചരിപ്പിച്ചവർക്കുള്ള ഒരു മറുപടി കൂടിയല്ലേ താമര വിരിഞ്ഞാൽ? അല്ല, വിരിയട്ടെ ആദ്യം. കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് ജയിക്കട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് പറയാം. കേരളത്തിൽ മാത്രമല്ല, നരേന്ദ്രമോദി വിയർക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. നാളെ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം, നല്ല സൗഹൃദത്തിൽ തന്നെ പറയാം. നാളെ അപ്പോൾ മറുപടി ഉണ്ട്. തീർച്ചയായിട്ടും മറുപടി ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായും. താങ്ക് യു CMT രമേശ്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഗുഡ് നൈറ്റ്. നന്ദി. എല്ലാ ആശംസകളും CMT രമേശ്.